അന്ന് പറഞ്ഞറിയാൻ പറ്റില്ല. അത്രയും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇപ്പോഴും വെളിയിൽ വരുമ്പോഴും ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്, മൂമെൻറ്റിലാണ് ഉള്ളത്, ഒരു മാറ്റവും ഇല്ല. അതിൽ തന്നെയാണ് പടം വന്ന് മമ്മൂട്ടി വന്ന് അമേസിങ്. இந்த மாதிரி வந்து ഒരു ലെജൻഡ് ആക്ടർ വന്ന് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചാൻസ്. അപ്പോഴോ ക്ലിയർ அந்த സൗണ്ട് എഫക്റ്റാണ് ശരി, ബി ജി എം ആണെങ്കിലും വന്ന് അമേസിങ്. അശോകൻ രാഹുൽ അശ്വൻ്റെ നല്ല സൂപ്പ്, അവരും നല്ല ചെയ്യുന്നുണ്ട്. படம் வந்து மம்முட்டி வந்து அமேசிங். இந்த மாதிரி வந்து ஒரு லெஜண்ட் ஆக்டர் வந்து ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചാൻസ്. അവരുടെ ഓരോ ഡീറ്റെയിലും പടത്തിൻ്റെ എല്ലാം പക്കാവ അவ்வளோ ക്ലിയർ. அந்த സൗണ്ട് എഫക്റ്റാണ് ശരി, ബി ജി എം ആണെങ്കിലും വന്ന് അമേസിങ്. അതേമാതിരി അശോകൻ രാഹുൽ അശ്വൻ്റെ നല്ല സൂപ്പ്, അവരും നല്ല ചെയ്യുന്നുണ്ട്. അന്ന് പറഞ്ഞറിയാൻ പറ്റില്ല. അത്രയും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇപ്പോഴും വെളിയിൽ വരുമ്പോഴും ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്, മൂമെൻറ്റിലാണ് ഉള്ളത്, ഒരു മാറ്റവും ഇല്ല. അതിൽ തന്നെയാണിത് പറഞ്ഞു വരിക. അതെ, യെസ്. ബട്ട് പറയാൻ പറ്റില്ല, അത്രയും ഇതുണ്ട്. എല്ലാവരും ഈ പടം വന്ന് കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഇതായിരിക്കും, ബട്ട് ഉള്ളിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് ഇതിൽ വന്നിട്ട് നല്ല, അതായത് നല്ലൊരു അവാർഡ് ഓസ്കാറിൽ കൂടി പോകേണ്ട അത്രയ്ക്കുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ പടം. ഇല്ല, അതാ പറഞ്ഞ ആ ഒരു ഇതെല്ലാം വന്നിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് ഇത്രയും ഇതായിട്ട്. അതാ പറയണത്. ആ ഒരു ഫുള്ള് അത്രയും ആ ഓൾഡായിട്ടുള്ളതും ആ കാടിൻ്റെയും ആ പഴയ വീടുകളുടെ ആ സെറ്റിങ്ങുകളെല്ലാം വന്നിട്ട് അതാണ് തിങ്കിങ്. അത് എങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും തീർച്ചയായിട്ടും ആരും ഒരു സെക്കൻഡ് ഒരു നിമിഷം കൂടി നമുക്ക് ഇത് വരുന്നില്ല. ഫുള്ള് അടുത്ത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൂമെൻറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം പടം. തീർച്ചയായിട്ടും സൂപ്പർ.